തീർച്ചയായിട്ടും ഇന്ന് പ്രതിപക്ഷത്തിന്റെ ചൂടറിഞ്ഞു ഭരണപക്ഷം എന്ന് തന്നെയാണ് എന്റെയും ടേക്ക്. യഥാർത്ഥത്തിൽ ഇന്ന് 10 വർഷത്തിനു ശേഷം പാർലമെന്റിൽ നമ്മൾ കണ്ടത് ഒരു പ്രതിപക്ഷ നേതാവിന്റെ കിരീടധാരണമാണ്. ആ കരുത്തനായ പ്രതിപക്ഷ നേതാവിന്റെ അടയാളപ്പെടുത്തലാണ് ഇന്ന് ലോക്സഭയിൽ കണ്ടത്. ഞാൻ 2 മണിക്കൂർ പ്രസംഗം തുടർച്ചയായിട്ട് കേൾക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു ഹോളിവുഡ് സിനിമയുടെ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഡയലോഗുകൾക്ക്, പഞ്ച് ഡയലോഗുകൾ കൊണ്ട്, കൃത്യമായി ശൈലീപ്രയോഗത്തിലൂടെ, സൂക്ഷ്മമായി തിരഞ്ഞെടുത്ത വിഷയങ്ങൾ കൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഭരണപക്ഷത്തെ സ്തംഭിപ്പിക്കുകയാണ് ചെയ്തത്. മോദിയെ യഥാർത്ഥത്തിൽ മലർത്തിയിടിച്ച പ്രസംഗമാണ് രാഹുൽ ഗാന്ധിയുടേതെന്ന് നിസ്സംശയം പറയാം. ഞാനിതിൽ രാഹുൽ ഗാന്ധിക്ക് വീഴ്ച വന്നിട്ടില്ല എന്ന നിലപാടാണ് എനിക്കുള്ളത്. ഞാനിത് ആ പ്രസംഗത്തിന്റെ ആ ഭാഗം തുടർച്ചയായിട്ട് കേട്ടു. എന്തുകൊണ്ടെന്നാൽ ആ പ്രസംഗത്തിന്റെ ശൈലീ പ്രയോഗത്തിലും പ്രസംഗത്തിന്റെ ഉള്ളടക്കവും രണ്ടും നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കണം. ആ ശൈലീ പ്രയോഗത്തിൽ ഒരു 3 ഘടകങ്ങളുണ്ട്. ഒന്ന്, ഈ നമ്മൾ ഇന്നലെ ലോകകപ്പിന്റെ ഫൈനൽ മത്സരം കാണുമ്പോൾ 15-ാം ഓവർ വരെ വിജയസാധ്യതയുണ്ടായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക്. അവിടെ ഹെൻറിഷ് ക്ലൈസൺ മികച്ച ഫോമിൽ നിൽക്കുന്ന സമയത്താണ് ബൂംഡ്രയുടെ കയ്യിൽ പന്ത് കൊടുക്കുന്നത്. പിന്നീട് ഹാർദിക് പാണ്ഡ്യ വരുന്നു. അപ്പോൾ ബൂംഡ്രയുടെ ബൗളിംഗ് പോലെ ഏറ്റവും ശക്തനായി നിൽക്കുന്നയാളെ പുറത്താക്കുക എന്ന് പറയുന്നതാണ് ആ കോൺഫിഡൻസിനെ ഷെയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്. ക്ലൈസനെ പുറത്താക്കി ഡേവിഡ് മില്ലറെ അത് ക്യാച്ച് എടുത്ത് പുറത്താക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ ആത്മവിശ്വാസം തകരുന്നത് പോലെ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഭരണപക്ഷത്തിന്റെ ആത്മവിശ്വാസം കെട്ടുപോകുന്ന ഒരു മൊമെന്റ് ഉണ്ട്. ഏത് മൊമെന്റ് ആണെന്നറിയോ? നേരിട്ട് അറ്റാക്ക് ചെയ്തു. മോദിയല്ല, സ്പീക്കറെ. ഏത് ഘട്ടത്തിലാ? സ്പീക്കർ നരേന്ദ്രമോദിയെക്കുറിച്ച് പ്രസംഗിച്ചു തുടങ്ങുന്ന സമയത്ത് ഭരണപക്ഷം ബഹളമുണ്ടാക്കുന്നു. ആദ്യം ഇന്ന് സഭയിൽ മുഴങ്ങിക്കേട്ടത് രാഹുലിന് വേണ്ടിയുള്ള വിളിയല്ല, മോദി മോദി എന്ന വിളിയാണ്. പക്ഷേ അതിനെ രാഹുൽ ഗാന്ധി നേരിട്ടത് ജയ് സംവിധാൻ എന്ന മുദ്രാവാക്യവുമായി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. അത് കഴിഞ്ഞ് നരേന്ദ്രമോദിയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ ഭരണപക്ഷം ബഹളമുണ്ടാക്കുന്നു. അവിടെ സ്പീക്കർ, പഴയ സ്പീക്കറായി 17-ാം ലോക്സഭയിലെ ഓം ബിർളയായി പ്രതിപക്ഷത്തെ അടക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി പറയുന്ന വാചകം ഇതാണ്, ഓം ബിർളയെ നോക്കിയിട്ട്, ഈ നേരത്തെ സ്മൃതി പറഞ്ഞ അതേ വാചകം. അതായത് താങ്കളെ ഞാനും പ്രധാനമന്ത്രിയും കൂടി ഡൈസിലേക്ക് ആനയിച്ചപ്പോൾ താങ്കൾ എനിക്ക് കൈ തന്നതും മോദിക്ക് കൈ കൊടുക്കുന്നതും കണ്ടു. എനിക്ക് കൈ തന്നപ്പോൾ താങ്കൾ നിവർന്നു നിന്നും, മോദിക്ക് കൈ കൊടുത്തപ്പോൾ താങ്കൾ കുനിഞ്ഞു നിന്നും കൈ കൊടുത്തു. അത് താങ്കളുടെ വിധേയത്വം സൂചിപ്പിക്കുന്നു എന്ന രീതിയിൽ സംസാരിച്ചതോടുകൂടി സ്പീക്കർക്ക് അതിന് മറുപടി പറയേണ്ടി വന്നു. സ്പീക്കർ പറഞ്ഞതെന്താ? ഞാൻ പ്രായമുള്ളവരെ ബഹുമാനിക്കും. അപ്പോഴാണ് വീണ്ടും അതെന്റെ സംസ്കാരമാണ് എന്ന് പറയുമ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധി പറയുന്നത്, ഈ സഭയിൽ പ്രായമായവരെന്നോ പ്രായം കുറഞ്ഞവരെന്നോ ഒന്നുമില്ല, ഈ സഭയിൽ അങ്ങാണ് നാഥൻ, ആ ചെയറിനെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്, അങ്ങ് ആരുടെ മുന്നിലും കുനിയരുത് എന്ന് പറഞ്ഞതോടുകൂടി ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു സ്പീക്കർ. അവിടെ മുതലാണ് ആ ശൈലി പ്രയോഗത്തിന്റെ ഇമ്പാക്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അറ്റാക്ക് എന്നുള്ളത് സ്പീക്കറിൽ തുടങ്ങി പിന്നീട് അങ്ങോട്ട്